ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ കള്ള് കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നല്ല പേടിയോട് കൂടിയാണ് സൂര്യ വരുന്നത്. എങ്ങാനും ഞാൻ കള്ള് കുടിച്ചത് നന്ദിനി അറിയുമോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ. അങ്ങനെ സൂര്യ പാക്ക് കഴിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സും കഴിക്കുകയാണ്. സ്മെല്ലുണ്ടാവാതിരിക്കാൻ വേണ്ടി നന്ദിനി എങ്ങാനും മണത്ത് നോക്കിയാൽ അവൾക്ക് ഒന്നും തോന്നരുത്, ഒരു സംശയവും തോന്നരുത്, അതിനു വേണ്ടി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ നന്ദിനിയോട് ചോദിക്കുകയാണ്, അല്ല നന്ദിനി, നീ എന്താ ഇതുവരെയും ഉറങ്ങിയില്ലേ? ഇത്രയും നേരമായിട്ട് നീ എന്താ ഉറങ്ങാതിരിക്കുന്നത്? അതെങ്ങനെ സൂര്യ സാറ് ഇത്ര വൈകി എന്തിനാണ് വീട്ടിലേക്ക് വരുന്നത്? സാധാരണ സൂര്യ സാറ് കള്ള് കുടിക്കുന്ന സമയത്താണ് ഇങ്ങനെ വൈകി വരാറുള്ളൂ. ഇപ്പോൾ സൂര്യ സാറ് കള്ളൊന്നും കുടിക്കാറില്ലല്ലോ, പിന്നെ എന്താ വൈകിയത്? സൂര്യ സാർ ഇന്ന് കള്ള് കുടിച്ചോ? അത് കേട്ടതോടുകൂടി സൂര്യ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് സൂര്യ പറയും, ഏയ് ഇല്ല നന്ദിനി, ഞാനൊന്നും കള്ള് കുടിച്ചിട്ടില്ല. എന്തിനാണ് സൂര്യ സാറ് 1 മണി വരെയൊക്കെ ഇങ്ങനെ വൈകി വരുന്നത്? അത് പിന്നെ നന്ദിനി, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്തായാലും സൂര്യ സാറ് ഇനി മുതൽ ഇത്ര വൈകിയൊന്നും വീട്ടിലേക്ക് വരരുത്, കുറച്ച് നേരത്തെ വരണം. വൈകി വന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് സൂര്യ സാറിന് അറിയാവുന്നതല്ലേ? എത്ര ആക്സിഡൻറ്റുകളാണ് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെ വൈകി വരരുത്. ഇല്ല നന്ദിനി, ഇനി ഞാൻ നേരത്തെ വരാൻ നോക്കാം. അപ്പോഴൊക്കെ സൂര്യയുടെ നാവ് ചെറുതായിട്ടൊക്കെ ഒന്ന് കുഴയുന്നുണ്ട്. അപ്പോൾ സൂര്യ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, നന്ദിനിക്ക് ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടി. നന്ദിനി ചോദിക്കുകയാണ്, അല്ല സൂര്യ സാർ, ഭക്ഷണം കഴിച്ചോ? പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. എങ്കിൽ സൂര്യ സാർ വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. അപ്പോൾ നന്ദിനിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി സൂര്യ ഭക്ഷണം വേണ്ടെങ്കിലും കൂടി ഭക്ഷണം കഴിക്കാൻ നന്ദിനിയോടൊപ്പം ചെല്ലാണ്. എന്നിട്ട് സൂര്യക്ക് നന്ദിനി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ നന്ദിനിയോട് ചോദിക്കുക, നീ കഴിച്ചോ? ഇല്ല, ഞാനിപ്പോൾ കഴിച്ചോളാം. എങ്കിൽ നീയും ഇവിടെ ഇരിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനിയും ഒപ്പം ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ സൂര്യ നന്ദിനിയോട് കഴിക്കാൻ പറയുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, അത് വേണ്ട, സൂര്യ സാറ് കഴിച്ച ശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ, അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുത്താണ്. എന്നിട്ട് സൂര്യ നന്ദിനിക്ക് ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കാൻ നോക്കുകയാണ്. ഈ ഒരു ഉരുള നന്ദിനി നീ കഴിച്ചോ എന്ന് പറയുമ്പോൾ, അത് വേണ്ട, സൂര്യ സാറ് കഴിച്ചോ, ഞാൻ എനിക്കുള്ളത് എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. അത് നന്ദിനി പറഞ്ഞത് ശരിയാണ്, നീ നിൻ്റെ പ്ലേറ്റിലുള്ളത് കഴിച്ചോ, ഞാൻ എൻ്റെ പ്ലേറ്റിലുള്ളത് കഴിച്ചോളാം, അത് നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴൊക്കെ ചെറുതായിട്ടൊക്കെ സൂര്യയ്ക്ക് ഒരു പേടിയോട് കൂടിയാണ് ഇരിക്കുന്നത്. നന്ദിനിയെങ്ങാനും ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ പിന്നെ അവളും കള്ള് തൂടി തുടങ്ങും എന്നൊക്കെയുള്ള പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ സൂര്യ ഭക്ഷണം കഴിച്ച ശേഷം നന്ദിനി എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആടി കൊണ്ടാണ് കൈ കഴുകാനൊക്കെ പോകുന്നത്. അപ്പോഴത്തേക്കും നന്ദിനി അവിടെയുള്ള ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളൊക്കെ എടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി കഴുകിയൊക്കെ വെക്കുകയാണ്. അങ്ങനെ നന്ദിനിയും സൂര്യയോടൊപ്പം റൂമിലേക്ക് പോകാൻ ഒരുങ്ങാട്ടോ. അങ്ങനെ നന്ദിനി സൂര്യയോട് പറയണം, എന്നാൽ സൂര്യ സാറ് നടക്കുക എന്ന് പറയുമ്പോൾ, അല്ല നന്ദിനി, നീ ആദ്യം നടന്നോ, ഞാൻ നിൻ്റെ പുറകെ. അതെന്താ സൂര്യ സാർ? അല്ല, നീ എങ്ങാനും കയറുന്ന സമയത്ത് താഴേക്ക് വീണാൽ എനിക്ക് പിടിക്കാമല്ലോ നിന്നെ, അതുകൊണ്ടാണ്. സൂര്യ സാറ് കൂടുതൽ വാചകം അടിക്കാതെ അന്നങ്ങ് കയറാൻ നോക്ക്. അങ്ങനെ സൂര്യ, എനിക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ആട്ടമുണ്ടല്ലോ, എന്ത് ചെയ്യും സൂര്യ, പിടി കൊടുക്കല്ലേ സൂര്യ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് സൂര്യൻ തന്നെ. എന്നിട്ട് പതിയെ സ്റ്റെപ്പുകളൊക്കെ പിടിച്ചുകൊണ്ട് സൂര്യ സംശയം തോന്നാത്ത വിധത്തിൽ അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മുകളിലെത്തിയ ഉടനെ, ഈശ്വരാ, രക്ഷപ്പെട്ടു. അതെന്താ സൂര്യ സാർ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇവിടെ എത്തിയില്ലേ, നമ്മൾ റൂമിൻ്റെ അടുത്ത് എത്താറായില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, സാർ എങ്ങാനും കള്ള് കുടിച്ചിട്ടുണ്ട്? ഇല്ല നന്ദിനി, ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. അല്ല, സാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ കള്ള് കുടിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ. അതെ നന്ദിനി, നിനക്ക് സംശയമുണ്ടോ? എങ്കിൽ ഇപ്പം തന്നെ എന്നെ മണത്ത് നോക്ക് എന്ന് പറഞ്ഞ് നന്ദിനിയുടെ മുഖത്തേക്ക് അങ്ങ് ഊതുകയാണ് കേട്ടോ. ഇപ്പോൾ എന്താ, കള്ളുകുടിയുടെ സ്മെല്ലുണ്ടോ? അപ്പോൾ അതെന്താ സൂര്യ സാർ അങ്ങനെ പറയുന്നത്? അപ്പോൾ കള്ള് കുടിച്ചിട്ടുണ്ടോ? അല്ല, നിനക്ക് സ്മെല്ലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ സ്മെല്ലാണുള്ളത്. അത് മതി, അല്ലാതെ കള്ളിൻ്റെ സ്മെല്ലില്ലല്ലോ, അത് മാത്രം മതി. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ സാറ് വീണ്ടും കള്ള് കൂടി തുടങ്ങിയോ? ഇല്ല നന്ദിനി, ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. അങ്ങനെ സൂര്യ പിടി കൊടുക്കാതെ നന്ദിനിയുടെ മുന്നിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുകയാണ്. അങ്ങനെ പെട്ടെന്നാണ് സൂര്യ നന്ദിനിയുടെ കയ്യിൽ വേദയ്ക്ക് കെട്ടാൻ വേണ്ടിയിരുന്ന ഒരു പൈസയുടെ തുണി കാണുന്നത്. ഇതെന്താ നന്ദിനി നിൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത്? അത് പിന്നെ വേദയുടെ കയ്യിൽ കെട്ടാൻ വേണ്ടി, വേദ മേഡത്തിൻ്റെ കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തുണി അവിടേക്ക് ചെന്നപ്പോൾ വേദ മേഡം അത് കളയുകയല്ലേ ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വഴിപാടിനായി കെട്ടിയതല്ലേ, അതുകൊണ്ട് വഴിപാടിനായിട്ടുള്ള തുക ഞാൻ തന്നെ എൻ്റെ കയ്യിൽ കെട്ടിയതാണ്. വേദയുടെ അസുഖം മാറിയ ശേഷം അത് അമ്പലത്തിൽ കൊണ്ടുപോയി ഇട്ടാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ, അത് ശരി, നിനക്കെന്താ നന്ദിനി അവളെ
അവളെ വേദ മേഡം എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യം? നിനക്ക് വേദ എന്ന് വിളിച്ചാൽ പോരെ? അത് കേട്ടപ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ, എന്തായാലും നീ ഈ കയ്യിലുള്ള ഈ തുക അവൾ കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് വേദയുടെ കയ്യിലെ വേദ മേഡത്തിൻ്റെ കയ്യിലെ വേദന മാറാത്തത്. എങ്കിൽ സൂര്യ സാറ് തന്നെ ഒന്ന് അവളുടെ കയ്യിലൊന്ന് വേദ മേഡത്തിൻ്റെ കയ്യിലൊന്ന് കെട്ടിക്കൊടുക്കുമോ? അപ്പോഴൊക്കെ വേദ ഉറക്കത്തിൽ പോലും വേദന സഹിക്കാൻ കഴിയാതെ കരയുന്നുണ്ട്. അയ്യോ അമ്മേ, എൻ്റെ കൈ വേദനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ അത് സൂര്യയും നന്ദിനിയും പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയാണ് സൂര്യയോട്, സൂര്യ സാർ ഇതൊന്ന് കെട്ടിക്കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, എങ്കിൽ വാ നന്ദിനി എന്ന് പറഞ്ഞ് വേദയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വേദ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ഉറക്കത്തിലും വേദയ്ക്ക് വേദന സഹിക്കാൻ വയ്യാതെ, കൈയുടെ വേദന സഹിക്കാൻ വയ്യാതെ കരയുന്നുണ്ട്. അങ്ങനെ സൂര്യ പറയണ, നന്ദിനി നീ തന്നെ അവളുടെ കയ്യിൽ ഇത് കെട്ടിക്കൊടുക്കുക എന്ന് പറയണ. അങ്ങനെ വേദ ഉറങ്ങുന്ന ആ ഒരു സമയത്ത്, വേദ ഒന്നും ബോധമില്ലാതെ മരുന്നിൻ്റെ മയക്കത്തിൽ ഉറങ്ങുന്ന സമയത്ത് നന്ദിനി തന്നെ വേദയുടെ കയ്യിൽ തുണി കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ടാണ് നന്ദിനിയും സൂര്യയും കൂടി റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ വേദയുടെ റൂമിലേക്ക് സൂര്യയും നന്ദിനിയും ചെല്ലുന്ന സമയത്ത് സൂര്യ പറയുന്നുണ്ട്, എന്തിനാണ് നന്ദിനി, എനിക്ക് ഇതിൻ്റെ ഒക്കെ വല്ല പണിയുമുണ്ടോ? എന്താന്ന് വെച്ച് കാണിച്ചോട്ടെ, അവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. പിന്നെ എന്തിനാണ് നീ അവരെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നതും അവരുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കരുതലൊക്കെ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ, സൂര്യ സാർ ആദ്യം എന്നോടൊപ്പം ഒന്ന് റൂമിലേക്ക് വാ, എന്നിട്ട് സൂര്യ സാറ് തന്നെ വേദയുടെ കയ്യിൽ ഇത് കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞ് സൂര്യയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. പക്ഷേ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് വേദ ഉറക്കത്തിൽ ഗുളിക കുടിച്ച മയക്കത്തിൽ ഒന്നും അറിയാതെ വേദ ഉറങ്ങുന്നത്. പക്ഷേ ആ സമയത്തും വേദയ്ക്ക് വേദന സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ നന്ദിനിയോട് പറയണ സൂര്യ, നീ തന്നെ കെട്ടിക്കൊടുക്കും, എനിക്കൊന്നും വയ്യ കെട്ടിക്കൊടുക്കാൻ. അങ്ങനെ നന്ദിനി വേദയുടെ കയ്യിൽ ആ തുണി കെട്ടിക്കൊടുക്കുന്ന സമയത്ത് വേദ സമ്മതിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ പറയണ, കണ്ടില്ലേ, ഉറക്കത്തിൽ പോലും അവൾ നന്ദിനിയെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് എന്തുമാത്രം നന്ദിനി അവളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. എന്തിനാണ് നന്ദിനി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? അവളൊക്കെ കുറച്ച് വേദന അനുഭവിക്കട്ടെ. അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ, സൂര്യ സാർ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയട്ടോ. അങ്ങനെ വേദ നന്ദിനി കയ്യിൽ തുണി കെട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്തൊക്കെ ആ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നന്ദിനി കട്ടിലിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ കുറച്ച് നേരം നടന്നിട്ടാണ് വേദയുടെ കയ്യിൽ ലാസ്റ്റ് തുണി കെട്ടി കൊടുക്കുന്നത്. എന്നിട്ടാണ് സൂര്യയോടൊപ്പം റൂമിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ പിറ്റേ ദിവസം വേദ എണീക്കുകയാണ്. വേദ എണീറ്റ് നോക്കുമ്പോൾ വേദയുടെ കയ്യിലെ വേദന എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ വേദ, ഇതിപ്പോൾ എൻ്റെ കയ്യിലെ വേദനയൊക്കെ മാറിയിട്ടുണ്ടല്ലോ, ഈ തുണി ആരാവും എൻ്റെ കയ്യിൽ കൊടുന്ന് കെട്ടിയിട്ടുണ്ടാവുക? ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് നന്ദിനി എങ്ങാനും എൻ്റെ കയ്യിൽ ഇത് കൊടുന്ന് കെട്ടിയതാകുമോ? എന്തായാലും എൻ്റെ വേദനയൊക്കെ മാറിയല്ലോ, അത് തന്നെ ആശ്വാസം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ പത്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അപ്പോൾ പത്മയും യതീന്ദ്രനും കൂടി സംസാരിക്കുകയാണ്. രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിക്കുകയാണ് പത്രം വായിച്ചുകൊണ്ട്. അപ്പോൾ അമ്മേ, എൻ്റെ കയ്യിലെ വേദന മാറി അമ്മേ. അതെ, വേദന മാറി. പക്ഷേ അമ്മേ, എൻ്റെ കയ്യിൽ ഈ തുണി ആരാണ് കെട്ടിയത്? ഈ തുണി കെട്ടിയത് കൊണ്ടായിരിക്കുമോ എൻ്റെ കയ്യിലെ വേദന മാറിയത്? അതൊന്നും ആവില്ല, നീ ഇന്നലെ മരുന്ന് കുടിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും. ആ തുണി അങ്ങ് എടുത്ത് മാറ്റിയേക്കും. അപ്പോഴത്തേക്കും അവിടേക്ക് സൂര്യ വരികയാണ് ഇത് കേട്ടുകൊണ്ട്. അപ്പോൾ നിൻ്റെ കയ്യിൽ ഈ തുണി കിട്ടിയത് ഞാനാണ് നന്ദിനിയെയും കൂട്ടി നിൻ്റെ റൂമിൽ വന്ന് നന്ദിനിയെ കൊണ്ട് നിൻ്റെ കയ്യിൽ ഈ തുണി കിട്ടിയത്. അതുകൊണ്ടാണ് നിൻ്റെ കയ്യിലെ വേദന മാറിയത്. അത് കേട്ടപ്പോൾ പത്മക്കൂട്ടം തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനി സൂര്യയും കൂട്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കണ്ടപ്പോൾ. അപ്പോൾ പത്മ പറയണേ, വേദ നിൻ്റെ കയ്യിൽ ആ തുണി അങ്ങ് അഴിച്ചു മാറ്റിയേക്ക്, ഇനി അത് കയ്യിൽ കെട്ടുമൊന്നും വേണ്ട, അതങ്ങ് മാറ്റിയേക്ക്. ഇല്ല അമ്മേ, എനിക്ക് ഈ കയ്യിൽ ഇത് കെട്ടിയത് കൊണ്ടായിരിക്കും എൻ്റെ കയ്യിലെ വേദന മാറിയത് എന്ന് എനിക്കൊരു തോന്നൽ, അതുകൊണ്ട് ഞാനിത് എന്തായാലും മാറ്റുന്നില്ല. അത് കേട്ടപ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. നന്ദിനി കരുതിയതുപോലെ തന്നെ വേദ ആ തുണി കയ്യിൽ കെട്ടിയല്ലോ, അപ്പോൾ നന്ദിനിയാണല്ലോ ജയിച്ചത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഇതെല്ലാം തന്നെ കിച്ചണിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാവാണ്, വേദയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ സൂര്യൻ പറയാണ്, നിൻ്റെ കയ്യിലെ വേദന മാറിയത് അത് നന്ദിനി തന്ന ഔദാര്യം കൊണ്ട് തന്നെയാണ്. നീ വേദന കൊണ്ട് പൊളയുകയാണ്, നീ മരുന്ന് കുടിച്ചിട്ട് പോലും നിൻ്റെ വേദന മാറിയില്ല. പക്ഷേ നന്ദിനിക്ക് സ്നേഹമുള്ളത് കൊണ്ട്, നന്ദിനിക്ക് എന്നോട് സഹതാപം തോന്നിയത് കൊണ്ടാണ് അവൾ രാത്രിയിൽ നിൻ്റെ കയ്യിൽ ഇത് കെട്ടിയത്. എന്നിട്ട് നീ അത് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ വീണ്ടും വേദന അനുഭവിച്ചോ, എനിക്കെന്താ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല ഞാനിത് അഴിച്ചു മാറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നന്ദിനിക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. ഈ നന്ദിനി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സൂര്യ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നന്ദിനി, എന്താ പറഞ്ഞോളൂ. അല്ല, വേദ മാഡത്തിൻ്റെ അസുഖമൊക്കെ ഇപ്പോൾ മാറിയില്ലേ? ഇനിയിപ്പോൾ വേദ മാഡത്തിൻ്റെ കൈ
കയ്യിൽ കെട്ടിയ തുണിയിലെ ആ പൈസ കൊണ്ടുപോയി അമ്പലത്തിലിടണം. അതെന്താ ഞാൻ കൂടി വരണോ? അല്ല, ഞാനും വേദ മേഡവും കൂടി പൊയ്ക്കോളാം. എന്തിനാ നന്ദിനി പോകുന്നത്? വേദയുടെ കയ്യിലുള്ള പൈസ അത് അവൾ കൊണ്ടുപോയി അമ്പലത്തിലിട്ടോളും. അതൊന്നും നടക്കില്ല. വേദ മേഡം എങ്ങാനും ആ പൈസ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും, അല്ലാതെ അത് അമ്പലത്തിൽ കൊണ്ടുപോയി ഇടത്തൊന്നുമില്ല. ഇപ്പോഴെങ്കിലും നിനക്ക് അവരെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്നും മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? നിൻ്റെ കൂടെ ഞാനും കൂടി വരണോ? വേണ്ട സാറ് വരണ്ട, ഞാനും വേദ മേഡവും കൂടി പൊയ്ക്കോളാം അമ്പലത്തിലേക്ക്. എന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വഴിപാടിനായി വെച്ച് ആ പൈസ കൊണ്ടു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ, അവളുണ്ടോ നിന്നോടൊപ്പം വരുന്നു? എനിക്ക് തോന്നുന്നു ഇല്ല, വരും. വേദാ മേഡത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് വേദാ മേഡം വരുമായിരിക്കും. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ ഞാനത് സാറിനോട് പറഞ്ഞെന്നേ ഉള്ളൂ. എങ്കിൽ നീ പോയി നോക്ക്, അവൾ നിന്നോടൊപ്പം വരുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോയിക്കോ എന്ന് പറയണേ. അങ്ങനെ വേദയുടെ റൂമിലേക്ക് നന്ദിനി ചെല്ലേട്ടോ. അപ്പോൾ നന്ദിനിയെക്കുറിച്ച് സൂര്യ മനസ്സിൽ ചിന്തിക്കുകയാണ്. അവളുടെ വിചാരം വേദ വിളിച്ച ഉടനെ തന്നെ അവളോടൊപ്പം വരുമെന്നാണ്. ഒരിക്കലും അവൾ വരില്ല. അവൾക്കൊക്കെ ഉണ്ടോ ഇപ്പോഴും അഹങ്കാരത്തിന് വല്ല കുറവും? എന്തായാലും നന്ദിനി പോയി നോക്കിക്കോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് സൂര്യ അവിടെ നിൽക്കാട്ടോ. അങ്ങനെ നന്ദിനി വേദയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ സൂര്യ ആണെങ്കിൽ അവരെന്താണ് സംസാരിക്കുന്നത്, വേദ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി സൂര്യ റൂമിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. അത് നന്ദിനി കാണുന്നില്ല. അങ്ങനെ നന്ദിനി വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, അല്ല വേദ മേഡം, ഇപ്പോൾ മേഡത്തിൻ്റെ അസുഖമൊക്കെ മാറിയതല്ലേ, എന്നാൽ നമുക്ക് കയ്യിലുള്ള ആ തുണി അമ്പലത്തിൽ കൊണ്ടുപോയി ഇടാം, എന്നാൽ നമുക്ക് പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്താ നീ പറഞ്ഞത്? ഞാൻ അമ്പലത്തിലേക്ക് വരിക? നീയല്ലേ വഴിപാടാക്കിയതും നീ നേർന്നതൊക്കെ? ഈ പൈസ ഇത് കൊണ്ടുപോയി നീ തന്നെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയിട്ട്, അല്ലാതെ എന്നെ ഒന്നും കിട്ടില്ല. ഞാനെന്താ നിനക്ക് വേണ്ടി കുറച്ച് നേരം നീ പറഞ്ഞത് നീ ചെയ്തതൊക്കെ അംഗീകരിച്ചു എന്നുള്ള ഭാവത്തിൽ സംസാരിച്ചപ്പോൾ ഞാനെന്താ നല്ലവളായി നിന്നെ അങ്ങ് അംഗീകരിക്കുമെന്ന് കരുതിയോ? എന്നിട്ട് നീ എൻ്റെ മേൽ അധികാരമെടുക്കാമെന്ന് കരുതിയോ? എങ്കിൽ നിനക്ക് തെറ്റി. എൻ്റെ അടുത്ത് നിൻ്റെ ഒരു വേലത്തരവും നടക്കില്ല. നിൻ്റെ കയ്യിലെ വേദന മാറി, അത് ശരിയാണ്. അതിപ്പോൾ അമ്മ പറഞ്ഞ പോലെ ഞാൻ മരുന്ന് കുടിച്ചിട്ടാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും എൻ്റെ കയ്യിലെ അസുഖമൊക്കെ മാറി, എൻ്റെ കയ്യിലെ വേദനയും എല്ലാം മാറി. നീയല്ലേ വഴിപാടാക്കിയതും നേർന്നതുമൊക്കെ, എന്നാ നീ തന്നെ കൊണ്ടുപോയി അമ്പലത്തിലിട്ടോ എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടിയാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിൻ്റെ പിന്നാലെ അമ്പലത്തിലേക്ക് വരാനേ എന്നെ ഒന്നും കിട്ടില്ല, നിൻ്റെ പുറകെ ഒന്നും ഞാൻ വരില്ല അമ്പലത്തിലേക്കൊന്നും. നീ എന്നെ നിൻ്റെ അടിമയാക്കാമെന്ന് കരുതിയോ? നിൻ്റെ അടിമയായിട്ട് ഒരാളുണ്ടല്ലോ, ആ സൂര്യ, ഇളിച്ചുകൊണ്ട് നടക്കുന്ന സൂര്യ, അയാളെ പോയി വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശമായിട്ടൊക്കെ നന്ദിനിയോട് വേദ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ പൈസയുമായിട്ടാണ് നന്ദിനി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് സൂര്യ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ സൂര്യയെ കണ്ടപ്പോൾ നന്ദിനി പെട്ടെന്ന് ഇവൾ പറഞ്ഞതെങ്ങാനും കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് സൂര്യ പറയണേ, എന്തു പറ്റി? നിൻ്റെ വേദാ മേഡം നിന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞോ അമ്പലത്തിലേക്ക്? അത് പിന്നെ സാർ, ഞാൻ കേട്ടു, അവൾ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ കേട്ടു. അവൾ അഹങ്കാരത്തിൽ സംസാരിച്ചത് കണ്ടില്ലേ? ഇളിച്ചുകൊണ്ട് നടക്കുന്ന സൂര്യയും കൂട്ടി പൊയ്ക്കോളാൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടില്ല. ഞാൻ ഇത് തന്നെ എന്നോട് പറഞ്ഞത് നന്ദിനി, നീ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ഇവർക്കൊക്കെ വേണ്ടി നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവർക്കൊന്നും ആ ഒരു നന്ദിയൊന്നുമില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്. പക്ഷേ നീ അതൊന്നും അനുസരിക്കുന്നില്ല. ഇനിയിപ്പോൾ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ സൂര്യ സാർ, ഞാനിത് അമ്പലത്തിൽ പോയി ഇട്ടോളാം. എങ്കിലൊരു കാര്യം ചെയ്യും, ഞാനും നിന്നോടൊപ്പം അമ്പലത്തിലേക്ക് വരാം. അവർ പറയുന്നത് പോലെ നീയും കൂടി ചേർന്ന് തന്നെ അമ്പലത്തിൽ പോയി ഈ തുക കൊണ്ടുപോയിട്ടോളാം. നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം എന്നൊക്കെ പറയട്ടെ. അങ്ങനെ രാത്രിയിൽ നന്ദിനിയും സൂര്യയും ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ സൂര്യയാണെങ്കിലോ, നന്ദിനി ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി, എനിക്ക് കള്ളെടുത്ത് കുടിക്കണം. എൻ്റെ കള്ളുകുപ്പി കണ്ടിട്ട് എത്ര ദിവസമായി, അവരോട് സംസാരിച്ചിട്ട് എത്ര ദിവസമായി, എനിക്ക് നന്ദിനി ഉറങ്ങിയിട്ട് വേണം കള്ള് കുടിക്കാൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ സൂര്യ മൊബൈൽ നോക്കിയിട്ട്, നന്ദിനി കാണുമ്പോൾ മൊബൈൽ നോക്കിയിരിക്കുകയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നന്ദിനിയെ കാണിക്കാൻ വേണ്ടി മൊബൈൽ നോക്കിയിട്ട് സൂര്യ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൂര്യയിൽ നല്ല സംശയമുണ്ട് നന്ദിനിക്ക്, എന്നെങ്ങാനും സൂര്യ സാറ് കള്ള് കുടിക്കുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും സൂര്യ സാറ് കള്ള് കുടിക്കുന്നത് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നന്ദിനിയും നടക്കുന്നത്. അങ്ങനെ നന്ദിനി ഉറങ്ങാൻ വേണ്ടി പായൊക്കെ വിരിക്കുകയാണ്. അപ്പോൾ സൂര്യയാണെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ, നന്ദിനി ഒന്ന് ഉറങ്ങിയെങ്കിൽ എനിക്ക് ഒരു 4 പെഗ് ഇന്ന് അടിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നന്ദിനിക്കാണെങ്കിൽ സംശയമുള്ളത് കൊണ്ട് നന്ദിനി, അല്ല സാറെന്താ ഉറങ്ങാത്തത്? ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നീ എന്താ ഉറങ്ങാത്തത്? ഞാനും ഉറങ്ങാൻ പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക് നന്ദിനി. ഞാൻ ഉറങ്ങിക്കോളാം. അപ്പോൾ നന്ദിനി മൊബൈൽ എടുക്കുകയാണ്. എന്നിട്ട് അതിലിങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ, നീ എന്താ ഉറങ്ങാതെ മൊബൈലിൽ നോക്കിയിരിക്കുന്നത്? അതെന്താ, എനിക്ക് 2 മിനിറ്റ് നോക്കിക്കൂടെ? സാറല്ലേ രാവിലെ വരെയും
മൊബൈൽ നോക്കിയിരിക്കാറ്? എനിക്കെന്താ 2 മിനിറ്റ് നോക്കിയിരുന്നൂടെ? അല്ല നീ ഉറങ്ങണമെന്ന് പറഞ്ഞല്ലേ, നീ ഉറങ്ങിക്കോ. അല്ല എന്നെ പെട്ടെന്ന് ഉറക്കിയിട്ട് എന്തിനാ? സൂര്യ സാറിന് കള്ള് കുടിക്കാനാണ്. ഏയ് നന്ദിനി, ഞാനൊന്നും കള്ള് കുടിക്കില്ല. അല്ല സൂര്യ സാറിന് അങ്ങനെ വല്ല മോഹമുണ്ടെങ്കിലേ എങ്കിൽ എനിക്ക് കൂടി ഒരു 4 പെഗ് തന്നേക്ക്, ഞാനും കുടിച്ചോളാം. അപ്പോൾ നന്ദിനിയെക്കുറിച്ച് സൂര്യ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് കറക്റ്റായിട്ട് അവൾ ചിന്തിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ എനിക്കിന്ന് കള്ള് കുടിക്കാൻ കഴിയില്ലേ? ഇവളൊന്ന് ഉറങ്ങിയെങ്കിൽ ഒരു 4 പെഗ് എനിക്ക് കുടിക്കാമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇവളും ഞാൻ കുടിച്ചു എന്ന് അറിഞ്ഞാൽ ഇവളും കുടിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്താണാവോ സൂര്യ സാറ് ചിന്തിക്കുന്നത്? സാറിനെന്താ എന്ന് കുടിക്കണമെന്നുള്ള വല്ല ചിന്തയും ഉണ്ടോ? ഏയ് നന്ദിനി, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എങ്കിൽ സാറ് പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക്. നന്ദിനി, ഞാൻ ദാ ഉറങ്ങിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സൂര്യ അവിടെ കിടക്കുകയാണ്. അപ്പം നല്ല കോമഡിയോട് കൂടിയിട്ടാണ് രണ്ടുപേരും, നന്ദിനിയും സൂര്യ ആ സമയത്ത് സംസാരിക്കുന്നത്. അങ്ങനെ സൂര്യ പെട്ടെന്ന് അങ്ങ് ഉറങ്ങാൻ കിടക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ തന്നെ സൂര്യ അറിയാതെ നന്ദിനി ഒരു തുണി എടുത്തുകൊണ്ട് നന്ദിനി സൂര്യയുടെ കാലിൽ കെട്ടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റം നന്ദിനിയുടെ കയ്യിലും കെട്ടുകയാണ്. ഇനിയെങ്ങാനും സൂര്യ സാറ് എണീറ്റ് പോവുകയാണെങ്കിൽ ഞാൻ ഉണരും, എൻ്റെ കൈ വലിഞ്ഞ ഞാൻ ഉണരും, അതാണ് ഇപ്പോൾ ഇനി വഴിയുള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ നന്ദിനി സൂര്യ അറിയാതെ കാലിൽ തുണി കെട്ടുന്നത്. അങ്ങനെ നന്ദിനി ഉറങ്ങി എന്ന് മനസ്സിലാക്കുമ്പോൾ സൂര്യ പതിയെ എണീക്കുകയാണ്. എന്നിട്ട് കള്ളെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് പെട്ടെന്ന് സൂര്യ അങ്ങ് വീഴാൻ പോവാണ്. അപ്പോൾ കാലിൽ എന്താ ആരോ പിടിച്ച് വലിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യ നോക്കുന്നത്. അപ്പോൾ അത് നന്ദിനിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു തുണി. അപ്പോൾ പെട്ടെന്ന് നന്ദിനിയാണ് ഞെട്ടി ഉണരുകയാണ് കൈ വലിഞ്ഞത് കണ്ടപ്പോൾ. എന്ത് പറ്റി സൂര്യ സാർ? ഒന്നുമില്ല നന്ദിനി. എന്താ സൂര്യ സാറ് കള്ളു കുടിക്കാൻ പോവുകയായിരുന്നു? എങ്കിൽ എനിക്ക് കൂടി തന്നേക്കും. അയ്യോ നന്ദിനി, ഞാൻ കള്ളു കുടിക്കാനൊന്നുമല്ല. എങ്കിൽ പിന്നെ എന്താണാവോ ഈ രാത്രിയിൽ എണീറ്റ് നടക്കുന്നത്? പോയി ഉറങ്ങാൻ നോക്ക് സൂര്യ സാർ. അതാ ഞാൻ ഉറങ്ങി നന്ദിനി. അപ്പോൾ നന്ദിനി, നീ എന്താ ഈ കാണിച്ചത്? എൻ്റെ കാലിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ അഴിക്കും. അതൊന്ന് അഴിച്ചു നോക്ക്. അതൊരിക്കലും സൂര്യ സാറിന് അഴിക്കാൻ കഴിയില്ല. അത് ഞാൻ അത്രയ്ക്ക് ഊരാ കുടുക്കിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യ സാറിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. സാറിപ്പോൾ തൽക്കാലം ഉറങ്ങാൻ നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനിയോട് ദേഷ്യത്തിൽ നോക്കിയിട്ട് എനിക്ക് കള്ള് കുടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് സൂര്യ നന്ദിനിയെ നോക്കുന്നത്. എന്താണാവോ സൂര്യ സാർ എന്നെ എങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല നന്ദിനി, എന്നാ ഉറങ്ങാൻ ഉറങ്ങിക്കൂട് സൂര്യ സാർ. ഞാൻ ഉറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ നന്ദിനി ആണെങ്കിലും മനസ്സുകൊണ്ട് സന്തോഷിക്കും പുഞ്ചിരിക്കൊക്കെയാണ്. ഇനി സൂര്യ സാറിനെ കള്ള് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് ഷാളിൻ്റെ മറ്റേ അറ്റം നന്ദിനി വീണ്ടും കയ്യിൽ മുറുകി പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഇനി സൂര്യ സാർ എണീക്കുമ്പോൾ ഞാൻ അറിയും എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഉറങ്ങുകയാണ്. ഇനി രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്ന സീനാണ് അടുത്തത് പറയാനുള്ളത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.